മോളിൽ പോണായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഹലോ, ഇന്ന് നമ്മുടെ സിനോഷ് ചേട്ടൻ്റെ വൈഫ് ലിനൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സിനോഷ് ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഞാനവിടെ വളരെ നേരത്തെ തന്നെ എത്തി. അവിടെ എല്ലാവരും പിന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചാണ് ലിനുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ കയറിയിരുന്ന് ആടിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, കല്യാണത്തിന് ശേഷം വേറെ പരിപാടീസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. മുടിയൊക്കെ എന്താണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്? വീട്ടിൽ തന്നെ കളർ ചെയ്തു. സ്വന്തമായിട്ട് ചെയ്ത നൈസായിട്ടുണ്ട്. പല ഷെയ്ഡ്സ് ഉണ്ടല്ലേ? അല്ല, ഇത് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളില്. ഞാൻ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് താഴെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ നിഷാന കുട്ടി വന്നിട്ട് കുറച്ചായി. ഏകദേശം ക്യാമറയിൽ കാണുമ്പോ എന്നെ കാണാൻ എന്നും ഭംഗിയാണ്. നല്ല രസം. ഞാൻ നല്ല മെലിഞ്ഞ് വല്ല കൊറിയൻകാരിനെ പോലെ ഇരിക്കും ഇവളുടെ ക്യാമറയിൽ. ഓക്കെ, നിഷാന കുട്ടി എത്തിയിരിക്കുകയാണ്. കളറൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നേരെ കാണാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്നാൽ ഞാനും കുറച്ച് ബർത്ത്ഡേ ഡെക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ പണിയൊന്ന് ചെറുതായിട്ട് പാളിപ്പോയി. നമ്മുടെ സാറ് ബർത്ത്ഡേ ബാനറിന് പകരം ബ്രൈറ്റ് ടു ബി ബാനറാണ് കൊണ്ടുവന്നേ. ഇവിടെ ഉണ്ടല്ലോ, ടൗണിലുണ്ട്. ഇവിടെ ഗോൾഡൻ ഗോൾഡൻ അനിലുണ്ടോ? അവനാറോടെ വരും. അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവർ വേറെ ബർത്ത്ഡേ ബാനർ വാങ്ങാനായിട്ട് പോയി. നമ്മുടെ സ്നേഹക്കുട്ടി വന്നിട്ടുണ്ട്. ഹായ്. ഹലോ. ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ ലിനുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി റെഡി ആയിരിക്കല്ലേ? ലിനുവിനെ കാത്തുനിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലിനു ഇതുവരെ വന്നിട്ടില്ല. അതെ, സിയോച്ചേട്ടൻ വിളിക്കാൻ പോയിരിക്കുകയാണ്. അതെ, വരട്ടെ. എന്തായാലും ലിനുവിന് അറിയുണ്ടാവും സംഭവങ്ങൾ. ഏകദേശമൊക്കെ കാണുമായിരിക്കും അല്ലേ? ഏകദേശമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ബാക്കിയുള്ള നമുക്ക് വഴിയെ കാണാം. അതെ, ഇനി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആഘോഷങ്ങളും സെലിബ്രേഷൻ. വാം ലൈറ്റൊക്കെ വന്നപ്പോൾ ആ ഒരു വില്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പൂളാണ് കേട്ടോ. ഇതാ വില്ലയുടെ ഉള്ളിലാണുള്ളത്. അങ്ങനെ ബർത്ത്ഡേ ബാനർ കൊണ്ടുവന്നു. ഞാനും വിശാലേട്ടനും ബാക്കി ഡെക്കറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വിശാലേട്ടൻ നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. പുള്ളി സിനിമാറ്റോഗ്രാഫറാണ്. അങ്ങനെ ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അഖിൽ സാറും വന്നു. മോസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയുക, വോയിസ് ഓവർ തന്നെ ആയിരിക്കും ചെയ്തിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടായിരുന്നു. പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നൊന്നും ശരിക്കും കേൾക്കാൻ പറ്റൂല. ബർത്ത്ഡേ ബാനർ കൂടെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കംപ്ലീഷൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ വരുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയപ്പോൾ ഒരു സമാധാനമായി. ഇതാ നമ്മുടെ സായി ചേട്ടൻ അവിടെ നിന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. സ്നേഹ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിബിൻ ചേട്ടൻ അവിടെ നിന്നിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. നന്ദൂട്ടൻ എന്തൊക്കെയോ കമൻ്റ് അടിക്കുന്നുണ്ട്. സ്നേഹ വ്ളോഗിങ് കഴിഞ്ഞിട്ടില്ല. എന്താ സായി ചേട്ടൻ്റെ കൂടെ സിബിൻ ചേട്ടൻ്റെ കൂടെ ഊഞ്ഞാലാടാൻ കൂട്ടിയിരുന്നു. ഞങ്ങളെല്ലാവരും ലിനുവിനെയും അതുപോലെ തന്നെ സിയ ചേട്ടനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
സുരേഷിടം വിളിച്ചു പറഞ്ഞനുസരിച്ച് ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റിൽ വി ആർ വെയിറ്റിംഗ്. വിനുച്ചേട്ടന് പിന്നെ എന്നെ എവിടെ വെച്ച് കണ്ടാലും ഒന്നും കളിയാക്കില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. നീ മാത്രം വെളുത്തിരിക്കുന്നു, ഞങ്ങളെല്ലാം കറുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കമൻറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വെളുത്തിരിക്കുന്നവരും എന്നെ വെളുത്തല്ലതിൽ കാണുന്നു എന്ന്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ മൊമെൻ്റ് എത്തി. ലിനൂസും സിയോ ചേട്ടനും വന്നു, ഗബ്രി വന്നു, ജാസ്മിൻ വന്നു. ലിനൂസിന് എന്തൊക്കെയോ സംതിങ്, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അവിടെ മാറിയിരിക്കുകയായിരുന്നു. അവരെല്ലാവരും ഓടി വന്നു. അപ്പോൾ ലിനു ഭയങ്കര എക്സൈറ്റഡായി, ഭയങ്കര ഇമോഷണലൊക്കെ ആയി. സിയോചേട്ടനെ കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ ആയിരുന്നു. സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ സായി ചേട്ടൻ. ലിനുസേ ഹാപ്പി ബർത്ത്ഡേ. ആള് കരഞ്ഞുപോയി, സന്തോഷം കൊണ്ട് കരച്ചിട്ടാണല്ലേ. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയായി. സിയോചേട്ടൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഹലോ 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 ഹലോ. അറിയാവോ അറിയാവോ? ആണോ? ഇതാ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ വലിയ ലെങ്ത് ആക്കുന്നില്ല. നമുക്കിനി ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.